ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു മട്ടൺ റോസ്റ്റ് ആയാലോ? അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വീട്ടിൽ എന്താ മട്ടൺ വാങ്ങിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് എല്ലാം കൂട്ടി ചെറുതായി ചൂടാക്കി ഞാൻ മട്ടൺ അവിടെ വേവിച്ച് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഇതാ 2 സ്പൂൺ പെരിഞ്ജീരകം, 2 സ്പൂൺ ചെറിയ ജീരകം, ഒരു 10-20 അല്ലി വെളുത്തുള്ളി. ഇവർ 3 ആളും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ച് അവിടെ മാറ്റി വയ്ക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഏത് ഇടിച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇടിച്ച മുളക് പൊടി കേട്ടോ, അല്ലാണ്ട് മറ്റേതല്ല, നമ്മുടെ സ്മാഷായതല്ല, പൗഡറല്ല, ഇടിച്ച മുളക് പൊടി അത് തന്നെ ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ചേർക്കുക, നല്ല പോലെ വഴറ്റി കൊടുക്കുക. അതോടൊപ്പം 1 സ്പൂൺ കുരുമുളകും കൂടി ചേർക്കുക. അതൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ വേവിച്ച് വെച്ച മട്ടൻ ഉണ്ടല്ലോ, അവനെടുത്ത് അങ്ങോട്ട് തട്ടാം. അങ്ങനെ അവനെ കുറച്ച് നേരം അതിലിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ, അധികം വേണ്ട, 1 സ്പൂൺ വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റാവും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അതൊന്നൊരു 10 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ചെറുതീയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കൂ. മട്ടൺ റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മട്ടൺ റോസ്റ്റ്